ഹായ് ഹലോ വെളുപ്പിന് 4:25 കേട്ടോ സമയം. ഐവിൻകുട്ടൻ ഓരോ സാധനങ്ങളൊക്കെ ആയിട്ട് പാക്ക് ചെയ്യുവാണ് കേട്ടോ. അപ്പയുടെ പേഴ്സും അതുപോലെ അവൻ്റെ ഓരോ കളിപ്പാട്ടങ്ങളും അങ്ങനെ ഓരോന്നൊക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ. ഒരു ചെറിയ ബാഗിലേക്ക് പാക്ക് ചെയ്യണു. ഞാനും അവിടെ റെഡി ആവുന്നു. കുറച്ച് ഇഡലി എടുത്തിട്ടുണ്ട്, അതുപോലെ അതിനാവശ്യമായിട്ടുള്ള ചമ്മന്തിയും അതുപോലെ മുളക് ചമ്മന്തി എടുത്തിട്ടുണ്ട് കേട്ടോ. ഇതൊക്കെ ഓരോ പാത്രത്തിലാക്കി എടുത്തേക്കുവാണ്. ഇതെല്ലാം എന്തിനാണെന്നല്ലേ, ഞങ്ങളൊരു യാത്ര പോവുകയാണ്. എവിടെയാണെന്നല്ലേ, ഞങ്ങൾ എല്ലാവരും ഉണ്ട്. ബാനൂട്ടി ഉണ്ട്, ഐവിൻകുട്ടനുണ്ട്, ഞാൻ, കുഞ്ഞോൻ, അച്ഛൻ, അമ്മ, പിന്നെ ചേച്ചിയും മോളും. ഞങ്ങൾ കുറേ നാളായിട്ട് ആഗ്രഹിക്കുന്ന ഒരു യാത്രയാണ് കേട്ടോ. ചില അമ്പലങ്ങളിലൊക്കെ ഒന്ന് പോകുവാണ്. അപ്പോൾ വെളുപ്പിന് പോയെങ്കിൽ മാത്രമേ നമ്മൾ ഉദ്ദേശിച്ച സമയത്ത് അവിടെ എത്താൻ പറ്റുള്ളൂ. പറഞ്ഞു തരും മുമ്പ് ഞങ്ങളങ്ങനെ ആദ്യത്തെ അമ്പലത്തിൽ വന്നിട്ടോ. നേരെ വന്നത് മണ്ണാർശാലയിലേക്കാണ്. ഒരു 6:30 എത്തി. എങ്കിലും നല്ല ഇരുട്ടാണ് കേട്ടോ. നേരെ അകത്തേക്ക് പോയി നന്നായിട്ട് തൊഴുതിറങ്ങിയപ്പോഴേക്കും പതിയെ നേരം വെളുത്ത് തുടങ്ങിയിട്ടുണ്ടായിരുന്നേ. ഞാൻ ഫസ്റ്റ് ടൈമാണ് കേട്ടോ പോകുന്നത്. നിറച്ച് മരങ്ങളുടെ ഇടയിൽ നിൽക്കാൻ തന്നെ നല്ല രസമായിരുന്നു കേട്ടോ. ബാനൂട്ടി ഐവിൻകുട്ടനും വണ്ടിയിരുന്ന് ഉറക്കായിരുന്നെങ്കിലും ഇവിടെ വന്നപ്പോൾ ആക്റ്റീവായി ഓടി കളിച്ചൊക്കെ നടക്കുമായിരുന്നു. ഞാനൊരു മരം കാണിച്ചേട്ടെ. ഇത് കണ്ടോ, ഇതിൽ നിറച്ചിക്കോട്ടം കെട്ടിയിട്ടിരിക്കുന്ന പോലെ തോന്നുന്നില്ലേ? പക്ഷെ അതൊരു കായാണ് കേട്ടോ. അങ്ങനെ തൊഴുതിറങ്ങിക്കഴിഞ്ഞ് നമ്മൾ കാലൊക്കെ കഴുകി വേണേൽ പുറത്തേക്ക് പോകാൻ. അതിന് വേണ്ടിയിട്ട് നേരെ കാലൊക്കെ കഴുകി അതിനുശേഷം പോയത് ഓച്ചിറ അമ്പലത്തിലേക്കാണ്. ഓച്ചിറ ചെന്ന് അവിടുത്തെ കാളേനെയൊക്കെ തൊഴാൻ എല്ലാവർക്കും ഭയങ്കര ഉത്സാഹമായിരുന്നു കേട്ടോ. അവിടുത്തെ കുളത്തിൽ നിറച്ചാമ്പൽ വിരിഞ്ഞ് നിൽപ്പുണ്ടായിരുന്നേ. അവിടെ നിന്നും തൊഴുതിറങ്ങി നേരെ കാട്ടിൽ മേക്കത്തിൽ ക്ഷേത്രത്തിൽ വന്നു. ഞങ്ങളുടെ ഇവിടെയൊക്കെ മണി കിട്ടുന്ന അമ്പലം എന്നാണ് കേട്ടോ പറയുന്നത്. കുറേ നാളായിട്ട് എനിക്കൊരു ആഗ്രഹമായിരുന്നു കേട്ടോ ഇവിടെ വന്നെന്ന്. ഞങ്ങൾ ജങ്കാറിനാണ് പോയത്. അല്ലാണ്ട് വണ്ടിക്കും പോകാം, നേരെ പോകാം കേട്ടോ. എളുപ്പം ജങ്കാറാണെന്ന് അറിഞ്ഞതുകൊണ്ട് ജങ്കാറിന് പോയി. ജങ്കാർ ഒന്ന് തിരിയാനുള്ള സമയമല്ലോ കേട്ടോ. തൊട്ടടുത്ത് തന്നെയാണ്, ചെറിയൊരു ആറാണ് കേട്ടോ അത്. അങ്ങനെ തിരിഞ്ഞ് ഇപ്പുറത്ത് വന്നു. പിന്നെ ഒരിച്ചിരി അങ്ങ് നടക്കണം അമ്പലത്തിലേക്ക്. ഐവിൻകുട്ടനും ബാനൂട്ടിയും നല്ല ആക്റ്റീവായിട്ട് തന്നെ നടക്കുന്നുണ്ടായിരുന്നു കേട്ടോ. ഇതിനിടക്ക് ഞങ്ങൾ കൊണ്ടുപോയി ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചായിരുന്നേ. ഓച്ചിറ അമ്പലത്തിൽ തൊഴുതിറങ്ങി അവിടുത്തെ ഗ്രൗണ്ടിൽ നിന്ന് തന്നെ ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം കഴിച്ചു. അതിനുശേഷമാണ് കേട്ടോ ഇങ്ങോട്ട് പോകുന്നത്. ഇവിടെ വന്ന് തൊഴുതൊക്കെ കഴിഞ്ഞ് ഐവിൻകുട്ടനൊരു ആഗ്രഹം തേങ്ങ ഉടക്കണമെന്ന്. അപ്പോൾ ബാനൂട്ടിക്കും വേണം. അങ്ങനെ രണ്ടുപേരും തേങ്ങയൊക്കെ ഉടച്ച് അത് കഴിഞ്ഞ് മണി കെട്ടാൻ വേണ്ടി നിന്നു. ആ മരത്തിൽ നിറച്ച് മണി ഇങ്ങനെ കിടക്കുന്നത് തന്നെ കാണാൻ സൂപ്പറായിരുന്നേ. അങ്ങനെ ഞാനും ബാനൂട്ടി ഐവിൻകുട്ടനും അങ്ങനെ എല്ലാവരും മണിയൊക്കെ കെട്ടി കേട്ടോ. നമ്മൾ മനസ്സിലൊരു കാര്യം ആഗ്രഹിച്ച് കെട്ടിയാൽ അത് ഫലിക്കും എന്നാണ് കേട്ടോ പറയുന്നത്. മണിയൊക്കെ കെട്ടി ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ അവിടെ നിന്ന് കഞ്ഞി കിട്ടും കേട്ടോ. അങ്ങനെ കഞ്ഞിയും കുടിച്ച് ഞങ്ങൾ ജങ്കാറിൽ വീണ്ടും കയറി. ഇനി അടുത്തത് നേരെ ശിവഗിരിക്കാണേ പോകുന്നത്. ഞങ്ങൾ വെള്ളിയാഴ്ചയാണ് കേട്ടോ പോകുന്നത്. അന്ന് ചതയവും കൂടിയായിരുന്നു. അതുകൊണ്ട് നട അടക്കില്ല എന്നൊരു വിശ്വാസം ഉണ്ടായിരുന്നു. പക്ഷേ ഞങ്ങൾ എത്തിയപ്പോഴേക്കും ഒരു മണി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോഴേക്കും നട അടക്കുകയും ചെയ്തു. ഇനി 4:30 കഴിഞ്ഞിട്ടേ തുറക്കുള്ളേ. അതുകൊണ്ട് തന്നെ ഞങ്ങൾ നേരെ ഫുഡ് കഴിക്കാൻ പോയിട്ടോ. അവിടെ തന്നെ അന്നദാനം ഉണ്ടായിരുന്നേ. അവിടെ പോയി കഴിച്ചു. ചോറും പരിപ്പ് കറിയും സാമ്പാറും പച്ചടിയും അതുപോലെ അവിയലും അച്ചാറും ഉണ്ടായിരുന്നു. പായസം ഉണ്ടായിരുന്നു. അടിപൊളി ഊണായിരുന്നു കേട്ടോ. അങ്ങനെ ഞങ്ങൾ അവിടെ ഇരുന്നേ 4:30 വരെ ഇരുന്നു. അത്രയും സമയം ഇരുന്നെങ്കിലും ഒട്ടും മടുപ്പ് തോന്നിയിട്ടുണ്ടായിരുന്നില്ലേ. അത്രയും ഒരു രസമായിരുന്നു അവിടെ ഇരിക്കാൻ. ഒരു തണുത്ത കാറ്റും ഒക്കെ ഉണ്ടായിരുന്നു. നല്ല കാറ്റായിരുന്നേ. ഞങ്ങൾ ചുമ്മാ കിടന്ന് പെട്ടെന്ന് തന്നെ കണ്ണടഞ്ഞു പോകുന്നുണ്ടായിരുന്നു ഈ കാറ്റ് കൊണ്ടിട്ടേ. അങ്ങനെ ഐവിൻകുട്ടനും ബാനൂട്ടിയും ഭയങ്കര ആക്റ്റീവായിട്ട് ഓടിക്കളിച്ച് നടക്കുമായിരുന്നു. അതുങ്ങളൊന്നും കിടന്നു പോലും ഇല്ല കേട്ടോ. ഒരു 4 മണി കഴിഞ്ഞപ്പോഴേക്കും ഞങ്ങൾ പതിയെ മേളിലേക്ക് കയറിയിട്ടോ. ശ്രീനാരായണ ഗുരു കിടന്ന കട്ടിലും അതുപോലെ കസേരകളും ഒക്കെ കണ്ടു കേട്ടോ. ഞാൻ ഇവിടെയൊക്കെ ആദ്യമായിട്ടാണ് വരുന്നത്. ഇവരെല്ലാവരും ഇതിനു മുമ്പ് വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ എങ്ങനെയാണ് തൊഴേണ്ടതെന്നോ അങ്ങനത്തെ ഐഡിയ ഒന്നും എനിക്കുണ്ടായിരുന്നില്ല. അവരൊക്കെ ചെയ്യുന്നത് കൊണ്ട് ഞാനും അങ്ങനെ ചെയ്യുവാണേ. അവിടെ ശ്രീനാരായണ ഗുരു പറഞ്ഞ ഓരോ കാര്യങ്ങളും എഴുതി വെച്ചിട്ടുണ്ടായിരുന്നേ. അതൊക്കെ നോക്കിയും വായിച്ചും ഞങ്ങൾ അങ്ങനെ പതിയെ നടന്നേ. ഞങ്ങൾക്ക് കുറച്ച് വഴിപാടൊക്കെ ഉണ്ടായിരുന്നേ. ഐവിൻകുട്ടനെയും ബാനൂട്ടിനെയും ഒന്ന് എഴുതിക്കണമായിരുന്നു. അതുപോലെ ലച്ചു, അവൾ 10ാണേ. അപ്പോൾ എക്സാം ആകാറായില്ലേ, പേന പൂജിച്ചെടുക്കണമായിരുന്നു. അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതെല്ലാം ഇനി നട തുറന്നാലേ പറ്റുള്ളൂ. അതുകൊണ്ട് തന്നെ നട തുറക്കാനുള്ള വെയിറ്റിങ്ങിലായിരുന്നു ഞങ്ങൾ. ഇവിടെ ദൈവദേശമൊക്കെ കല്ലിൽ കൊത്തി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇതൊക്കെ കണ്ടോ, എന്ത് രസമാണെന്നൊക്കെ. ഇവിടെയൊക്കെ ആണെങ്കിൽ എന്ത് സൈലൻസ് ആണെന്നറിയോ. ഇതൊക്കെ ആദ്യമായിട്ട് കാണുന്നത് കൊണ്ട് തന്നെ എനിക്കും പിള്ളേർക്കും ഇതൊക്കെ ഒരു അത്ഭുതം തന്നെയായിരുന്നേ. ഇത് ശ്രീനാരായണ ഗുരു ഓരോ സ്ഥലത്ത് വരുമ്പോഴും ഇരുന്ന കസേരകളും കട്ടിലും അങ്ങനെ ഓരോ സാധനങ്ങളൊക്കെയാണ് കേട്ടോ. അതെല്ലാം അവിടെ സൂക്ഷിച്ച് വെച്ചിട്ടുണ്ടായിരുന്നേ. അങ്ങനെ വീണ്ടും കയറി ഞങ്ങൾ സമാധി സ്ഥലത്ത് എത്തിയേ. അവിടെയാണെങ്കിൽ ഉള്ളിലേക്കൊന്നും ക്യാമറ പ്രവേശിപ്പിക്കാൻ പറ്റാത്തത് കൊണ്ട് തന്നെ പുറത്തുള്ള ഒരു വീഡിയോ മാത്രമേ എടുക്കാൻ പറ്റുള്ളൂ. എന്തായാലും കുറച്ച് സമയമൊക്കെ പുറത്ത് നിന്ന് അതൊക്കെ എടുത്തു കേട്ടോ. അവിടെയും നട തുറന്നിട്ടുണ്ടായിരുന്നില്ല. കുറച്ച് സമയം ഞങ്ങൾ നിന്നു. അത് കഴിഞ്ഞപ്പോഴാണ് നട തുറന്നത്. പിന്നെ പിള്ളേരെയൊക്കെ എഴുതിച്ച് പതിയെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി കേട്ടോ. ഇപ്പോൾ ഇറങ്ങിയാൽ രാത്രിയെങ്കിലും വീട്ടിൽ ചെല്ലുള്ളൂ. അങ്ങനെ രാത്രിയായപ്പോഴേക്കും കൊല്ലത്തെത്തിയപ്പോൾ ഫുഡ് കഴിക്കാൻ കയറിയേ. കൊല്ലത്തുള്ള ഫ്രൈഡേ റെസ്റ്റോറൻറ്റിലേക്കാണ് കേട്ടോ വന്നത്. അവിടെ ഭയങ്കര തിരക്കാണ് കേട്ടോ. പൊതുവേ പറയുള്ളൂ തിരക്കുള്ള ഹോട്ടലിൽ കയറണം എന്ന്. അതുകൊണ്ട് തന്നെ ആ തിരക്ക് കണ്ടപ്പോൾ ഞങ്ങൾ പെട്ടെന്ന് തന്നെ അങ്ങോട്ട് കയറിയേ. അവിടെ കൂടുതലും പാഴ്സലായിരുന്നു പോയിക്കൊണ്ടിരുന്നത്. ഇരുന്ന് കഴിക്കുന്നതിനേക്കാൾ പാഴ്സലാണ് കേട്ടോ ഓർഡർ. കുറേ ദിവസമായിട്ട് നോമ്പായിരുന്നേ. തിരിച്ചു പോരുന്ന വഴി എന്നാൽ നോമ്പ് മുറിച്ചേക്കാന്ന് വിചാരിച്ചു. കാര്യമായിട്ടൊക്കെ കഴിച്ചേക്കാം അല്ലേ. അങ്ങനെ ഫുഡൊക്കെ ഓർഡർ ചെയ്തു കേട്ടോ. ഐവിൻകുട്ടൻ പറയുന്നത് അവന് ബിരിയാണിക്കകത്തുള്ള മുട്ട മാത്രം മതിയെന്നാണ്. എവിടെ കയറിയാലും ഇതുപോലെ എന്തെങ്കിലും അവൻ ഓർഡർ ചെയ്യുള്ളൂ കേട്ടോ. അങ്ങനെ ബിരിയാണിക്കകത്തുള്ള മുട്ട വേണമെന്ന് പറഞ്ഞാൽ അവരുകൊണ്ടും തരുമോ. ഞങ്ങൾ പറഞ്ഞു നീ ഏതെങ്കിലും പ്ലേറ്റുമായിട്ട് അവിടെ ഇരിക്കും, കിട്ടുന്നത് കഴിക്കാമെന്ന് പറഞ്ഞ് അങ്ങനെ അവൻ അവിടെ ഇരുത്തിയേ. അച്ഛനും അമ്മയ്ക്കും ഇടിയപ്പം മതിയെന്ന് പറഞ്ഞതുകൊണ്ട് അവർക്ക് ഇടിയപ്പം കൊണ്ടുവന്നു കേട്ടോ. ഇടിയപ്പം അച്ഛന് മുട്ടക്കറിയും അമ്മയ്ക്ക് ചിക്കൻ കറിയാണ് കൊണ്ടുവന്നത്. മുട്ടക്കറിക്കകത്ത് 2 മുട്ട ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഒരു മുട്ട ഐവിൻകുട്ടന് കൊടുത്തു കേട്ടോ. അവ പുള്ളിക്ക് സന്തോഷമായേ. ഇത്രയും ചിക്കനൊക്കെ ഉണ്ടായിട്ടും അവന് മുട്ട മാത്രം മതിയെന്ന് പറഞ്ഞേ. ഞങ്ങൾ അൽഫാമാണ് കേട്ടോ മേടിച്ചത്.
അൽഫാമും കുബൂസും ആയിരുന്നേ. എല്ലാ ഫുഡും അടിപൊളിയായിരുന്നു, ഭയങ്കര ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. അവിടുത്തെ ഫുഡിൻ്റെ കാര്യം പ്രത്യേകം പറയാം, നല്ല ടേസ്റ്റ് ആയിരുന്നു. എല്ലാവരും കഴിച്ചു. ഐവിൻകുട്ടൻ ആ മുട്ടയുടെ കൂടെ ഒരു കുബൂസും മേടിച്ച് കഴിച്ചു. ആദ്യം വലിയ താല്പര്യമൊന്നുമില്ല, എനിക്ക് ഈ മുട്ട മതിയെന്ന് മാത്രം പറഞ്ഞതാണ് കേട്ടോ. കഴിച്ചു തുടങ്ങിയപ്പോൾ പുള്ളിക്ക് ഇഷ്ടപ്പെട്ടെ. അങ്ങനെ ഫുഡൊക്കെ കഴിച്ചു, എല്ലാം ബാക്കിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ പ്ലേറ്റിൽ. അതെല്ലാം കഴിച്ച് ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങി. കഴിച്ച് എൻ്റെ വയറ് ഫുള്ളായി കേട്ടോ. ഫുഡ് എന്തായാലും സൂപ്പർ, എന്തായാലും ഹോട്ടൽ അടിപൊളി. ഇതിലെ കൂടി പോകുന്നവരൊന്ന് കയറി നോക്കണേ. ഇതെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ വീട്ടിലേക്ക് തിരിച്ചു പോകുന്നു കേട്ടോ. പിന്നെ വീഡിയോ എടുക്കാനൊന്നും പറ്റിയില്ല, ഉറക്കായിരുന്നേ. അപ്പോൾ അത്രയേ ഉള്ളൂ വീഡിയോ.